കൂടെ കൂടേണ്ടവർ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കൂ. റിപ്പോർട്ടർ ചാനലിൻ്റെ ഉള്ളിലെ പീഡനം ഇരയായിട്ടുള്ള ആ ഒരു പെൺകുട്ടി തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. വർക്ക് ചെയ്യുന്ന കാലത്ത് ലീഡിങ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള വ്യക്തി, ആ റിപ്പോർട്ടറിൽ വർക്ക് ചെയ്തിരുന്ന ആൾ അവരെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ പോസ്റ്റിൽ അവർ പറയുന്നത്. എന്നിട്ട് അവരുടെ കൊളീഗ്സ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഞാൻ റിട്ടേൺ ആയിട്ട് പരാതി കൊടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ വേണ്ട, നിന്നെ വേപ്പില പോലെ എടുത്തു കളയാൻ ചാനലിന് പറ്റും, പക്ഷേ ഒരു ലീഡിങ് ജേർണലിസ്റ്റിനെ അവരത് എടുത്തു കളയില്ല, ഒന്നെങ്കിൽ സെറ്റിൽമെൻ്റ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നിന്നെ ടെർമിനേഷൻ ആയിരിക്കും എന്നുള്ളത്. പിന്നെ അവരെ പല രീതിയിലും പീഡിപ്പിച്ച് അവരെ കുത്തി ഇളക്കി അതിൽ നിന്ന് പുറത്താക്കുന്ന രീതിയിൽ വരെ എത്തി എന്നുള്ളത് അവരുടെ പോസ്റ്റിൻ്റെ അടിസ്ഥാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എൻ്റെ പൊന്നുമോനെ, റിപ്പോർട്ടറിൽ 2 ലീഡിംഗ് ആയിട്ടുള്ള ആളുകളുള്ളത്. ഒന്ന് മൊട്ട, ഒന്ന് നികേഷ് കുമാറാണ്. ഒന്ന് അതിൻ്റെ മുതലാളി. അപ്പോൾ പുറത്താക്കാൻ പറ്റില്ല. പിന്നെ അപ്പോൾ ഈ വെടി വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ മൊട്ട തന്നെയാണെന്നുള്ള മനസ്സിലാക്കുന്നത്. നീയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും അതുപോലെ തന്നെ പല പല ആളുകളുടെയും പീഡനം. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്, ഇതാ പീഡിപ്പിച്ച് കഴിഞ്ഞു, പീഡനം നടന്നുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെയൊക്കെ തള്ളി മറിച്ചിട്ട് എൻ്റെ ഞരമ്പൊക്കെ ഇങ്ങനെ വെലിഞ്ഞ് പൊട്ടണേ ഞങ്ങൾ എൻ്റെ ഓരോ തള്ളലും ഞങ്ങൾ കാണലുണ്ടല്ലോ. ഈ അവിടെ ചെറിയ സാലറിക്ക് ജോലിക്ക് വരുന്ന ഈ പെൺകുട്ടികളെ മിസ്യൂസ് ചെയ്യുന്നത് അത് ആര് തന്നെയാണെങ്കിലും. പക്ഷെ നമുക്കൊക്കെ അറിയേണ്ട ഒരു കാര്യമുണ്ട്, മൊട്ട നല്ല വെടിക്കാരനാണ്. മൊട്ട നല്ല വെടിക്കാരൻ. അവനാൻ ആദ്യം നന്നായിട്ട് വേണം മറ്റുള്ളവൻ്റെ പുറത്ത് കയറാൻ. ഇത് ദൈവം എന്താ പറയുക, കാലം നീക്കി വെച്ച കാവ്യനീതി എന്നൊക്കെ ഉണ്ടല്ലോ, അതേപോലത്തെ സംഗതിയാണ്. പടച്ചോനായിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. എത്ര പാവങ്ങളെ, എത്ര ആളുകളെ നിങ്ങളിതുപോലത്തെ സംശയത്തിൻ്റെ മുന്നേറ്റ് മാത്രമേ നിങ്ങൾ വാർത്ത കൊണ്ടാക്കി പോയിട്ടുണ്ട്. എത്ര ആളുകളെ നിങ്ങൾ ദ്രോഹിച്ചിട്ടുണ്ട്. എത്ര ആളുകളെ നിങ്ങൾ തല ഉയർത്തി നടക്കാൻ പറ്റാത്ത കോലത്തിലാക്കിയിട്ടുണ്ട്. അതിന് ദൈവമായിട്ട് തന്നിട്ടുള്ള തിരിച്ചടിയാണത്.